ഇന്ത്യൻ റെയിൽവേയെക്കുറിച്ച് കുറ്റം പറയാൻ പലർക്കും നൂറുനാവാണ്. നിന്നുതിരിയാൻ ഇടമില്ലാതെ നടത്തുന്ന യാത്രയിൽ തുടങ്ങി ടോയ്ലറ്റിൻ്റെ വൃത്തിഹീനതയും ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരവും വരെ വിമർശനങ്ങൾക്ക് വിഷയങ്ങളാകാറുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യൻ റെയിൽവേയിൽ വരുന്ന മാറ്റങ്ങൾ പലപ്പോഴും ആരും കാണാതെ പോകും. വിസർജ്യം റെയിൽ പാളങ്ങളിൽ വീഴുന്ന തരം ടോയ്ലറ്റുകൾ മാറി ബയോ ടോയ്ലറ്റുകൾ വന്നതിലും ലോക്കൽ ട്രെയിനിലെ തടിബെഞ്ചുകൾ മാറി വൃത്തിയുള്ള സീറ്റുകൾ വന്നതിലും ഒതുങ്ങുന്നതല്ല ഇന്ത്യൻ റെയിൽവേയുടെ മാറ്റം. പാസഞ്ചർ ട്രെയിനുകളിൽ നിന്നും വന്ദേ ഭാരതിൽ എത്തി നിൽക്കുന്ന ഇന്ത്യൻ റെയിൽവേ സേവനങ്ങൾ കുറ്റമറ്റതാക്കാൻ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു നേർസാക്ഷ്യമായ ഒരു കുറിപ്പ് ഇപ്പോൾ സൈബർ ലോകത്ത് വലിയ ചർച്ചയാകുകയാണ്. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്ത അനൂപ നാരായണൻ എഴുതിയ കുറിപ്പാണിത്. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ട്രിവാൻഡ്രം എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തപ്പോൾ അനൂപ നാരായണനുണ്ടായ മനസ്സു നിറയ്ക്കുന്ന അനുഭവമാണ് ഈ കുറിപ്പിൽ പങ്കുവച്ചിരിക്കുന്നത്. റെയിൽവേ ജീവനക്കാരുടെ ആത്മാർത്ഥതയും അർപ്പണബോധവും തുറന്നുകാട്ടുന്ന ആ കുറിപ്പിനെക്കുറിച്ച് ഇന്ത്യൻ റെയിൽവേയെ കുറ്റം പറയുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. റെയിൽവേ പഴയ റെയിൽവേ അല്ല എന്ന തലക്കെട്ടോടെയാണ് കുറിപ്പ് ആരംഭിക്കുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ട്രിവാൻഡ്രം എക്സ്പ്രസ്സിൽ കയറി. മുകളിലത്തെ ബർത്തായിരുന്നു. നോക്കുമ്പോൾ ഒരു ഫാൻ കറങ്ങുന്നില്ല. TTE ടിക്കറ്റ് നോക്കാൻ വന്നപ്പോൾ ഞാൻ ഈ പരാതി പറഞ്ഞു. ചുമ്മാ പറഞ്ഞെന്നേ ഉള്ളൂ, ഒന്നും നടക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പുള്ളി അപ്പോൾ തന്നെ മൊബൈലിൽ എന്തൊക്കെയോ ചെയ്തു. എന്നിട്ട് പറഞ്ഞു ടെക്നീഷ്യൻ വരുമെന്ന്. പറഞ്ഞ പോലെ ട്രെയിനിലുണ്ടായിരുന്ന ടെക്നീഷ്യൻ വന്നു നോക്കി. വർക്ക് ചെയ്യിക്കാൻ പറ്റിയില്ല. TTE എന്നോട് സോറിയൊക്കെ പറഞ്ഞു. സ്വാഭാവികം, ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കോഴിക്കോട് ആകെ 5 മിനിറ്റ് ട്രെയിൻ നിൽക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരു ടെക്നീഷ്യൻ കയറി. പുള്ളി സ്പീഡിൽ ഫാനൂരി എന്തോ പിടിപ്പിച്ചു. പക്ഷേ ട്രെയിൻ പുറപ്പെട്ടപ്പോൾ ഇറങ്ങി ഓടി. അപ്പോഴും നടന്നില്ല. മനസ്സുകൊണ്ട് ഫാനില്ല എന്നതുമായി ഞാൻ സെറ്റായി ഉറങ്ങിപ്പോയി. അപ്പോൾ റെയിൽവേ തോറ്റോ? ഇല്ലെന്നേ. ഷൊർണൂർ സ്റ്റേഷനിലെത്തിയപ്പോൾ എന്തൊക്കെയോ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി എണീറ്റു. നോക്കുമ്പോൾ 3 ടെക്നീഷ്യന്മാർ കയറി സംഭവം റെഡിയാക്കുന്നു. 2 മിനിറ്റ് പണി. ഫാൻ റെഡിയാക്കി. അതിലെ ഒരു മാഡത്തിൻ്റെ വർക്കിൻ്റെ സ്പീഡ് കണ്ടു ഞാൻ അവരുടെ ഫാനായിപ്പോയി. ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായ രണ്ടാമത്തെ നല്ല അനുഭവമാണ്. ഇതിനു മുമ്പ് ട്രെയിനിൽ നിന്നും ഇറങ്ങുമ്പോൾ കവർ മറന്നു വെച്ചപ്പോൾ RPF പരാതിപ്പെട്ടപ്പോൾ അടുത്ത സ്റ്റേഷനിൽ അതെടുത്ത് വെച്ച് വിളിച്ചു പറഞ്ഞു. എല്ലാ മേഖലയിലുള്ളതുപോലെ കസ്റ്റമറുടെ തൃപ്തി റെയിൽവേയും കാര്യമായി നോക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പഴയതുപോലെ നിന്ന് സഹിച്ച് ഇതൊന്നും നേരെയാവില്ലെന്ന് പറയാതെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തുടങ്ങാം. അങ്ങനെയല്ലേ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്? ഒരുപാട് നന്ദി എന്ന് കുറിച്ചാണ് അനൂപ നാരായണൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. കുറിപ്പിനൊപ്പം ഫാൻ നന്നാക്കുന്ന ഫോട്ടോകളും അനൂപ പങ്കുവച്ചിട്ടുണ്ട്. യാത്രയിലെ ഫാൻ ശരിയാക്കുന്നതിൽ വളരെ വേഗത്തിൽ പ്രവർത്തിച്ചവരെ അവർ അറിയാതെ പകർത്തിയ ചിത്രങ്ങളാണ് അവരോട് ചോദിക്കാതെ പോസ്റ്റ് ചെയ്യുന്നത് എന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു.